നമുക്കിന്ന് എളുപ്പത്തിലൊരു കടലക്കറി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാൻ കടലയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തലേദിവസം നമ്മുടെ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയാൽ രാവിലെ ഒരു അരമണിക്കൂർ നല്ല ചൂട് വെള്ളത്തിൽ കാസറോളിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടല കുതിർന്ന് കിട്ടുന്നതാണേ. ഇപ്പോൾ ഞാൻ നല്ല തലേദിവസം ഇട്ട് വെച്ച കടലയായിരുന്നു. ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഉപ്പും മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി വിസിലടിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഓരോ കടല അനുസരിച്ചിട്ട് വേവിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിതിൽ നിന്ന് കുറച്ച് കടലയൊന്ന് കോരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുന്നത് നമ്മുടെ കറി നല്ലപോലെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് പെരുജീരകം, ഗ്രാമ്പൂ, 2-3 കുരുമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ടയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ സവാളയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആകണമെന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ ഞാനൊന്ന് നമ്മുടെ ഉള്ളിയുടെ കൂട്ടിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വാട്ടിയെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരും വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്തത് നമ്മുടെ മസാലക്കൂട്ടുകളാണ്. ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്തത് മീറ്റ് മസാലയാട്ടോ. മീറ്റ് മസാല ചേർത്തിട്ട് കടലക്കറി തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ രുചിയുണ്ടേ. അപ്പോൾ മീറ്റ് മസാല ചേർക്കുന്നതാണ് നല്ലത്. ഗരം മസാലയെക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം മീറ്റ് മസാല ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഈ സമയത്ത് ഗരം മസാലയാണ് ചേർക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ കടല വേവിച്ചൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. കുക്കറിൽ നിന്ന് ഞാൻ നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വേണ്ടി വെച്ചേക്കണേ. ഇതിലേക്ക് നമ്മൾ അരച്ച നമ്മുടെ കടലയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മസാലയുടെ കൂട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വരും വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം വെന്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരുവേ. ഇപ്പം നമ്മുടെ കറിയെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി ഒന്ന് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കടുക് വറുത്തതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കടുകും മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിട്ട് ഞാൻ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മീറ്റ് മസാല ചേർക്കുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്ന കടലക്കറിയാട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.